Welcome to BSC Physics main class, Semester 5, Paper 4, Atomic and Molecular Physics. And today, the topic is absorption X-rays in Unit 3 X-ray spectra, class number 26, Semester 5, BSC main Physics. So what is the meaning of absorption X-rays? Absorption of X-rays. ഈ എക്സ്റേയുടെ അബ്സോർപ്ഷൻ, എക്സ്റേയുടെ ആഗിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്കവാറും എല്ലാ വസ്തുക്കളും എക്സ്റേയെ ഒരു പരിധിയിൽ അബ്സോർബ് ചെയ്യും എന്നാണ് പറയുന്നത്. ഒരു മെറ്റീരിയലിനകത്ത് കൂടി നമ്മൾ എക്സ്റേ കടത്തിവിട്ടാൽ അത് ഇൻറ്റൻസിറ്റി കുറയും. പുറത്തേക്ക് വരുമ്പോൾ ആൾമോസ്റ്റ് ഓൾ മെറ്റീരിയൽ വിൽ അബ്സോർബ് എക്സ്റേസ്. ആ ലെഡ് ഈസ് ദി a good absorber of X-ray, lead, and all other materials. Even though X-ray is transparent for many materials, all of them absorb some part of the X-rays, and that is explained here. വസ്തുക്കളുടെ എക്സ്റേ അബ്സോർപ്ഷനാണ് ഈ പടത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ചിത്രം ഒരു DX തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അത് ടങ്സ്റ്റൺ ആകാം, ലെഡ് ആകാം, അയൺ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഇൻറ്റൻസിറ്റി I0 ഉള്ള ഒരു എക്സ്റേ ബീം വരുന്നതായിട്ട് കാണിച്ചിരിക്കുകയാണ്. അത് പുറത്തേക്ക് വരുമ്പോൾ, ആ എക്സ്റേ പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി I ആയിട്ട് മാറും. I എന്ന് പറയുന്നത് I0യേക്കാൾ അല്പം കുറവാണ്. എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിനകത്ത് കൂടി എക്സ്റേ കടന്നു വരുമ്പോൾ അതിൻ്റെ പാർട്ട് ഓഫ് ദി എക്സ്റേ അബ്സോർബ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് എക്സ്റേ എന്ന് ഉദ്ദേശിക്കുക. അതിനൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. Y-ആക്സിൽ പുറത്തേക്ക് വരുന്ന എക്സ്റേയുടെ ഇൻറ്റൻസിറ്റിയാണ് ട്രാൻസ്മിറ്റഡ് എക്സ്റേ Y-ആക്സിൽ കാണുന്നത്. X-ആക്സിൽ കാണിക്കുന്നത് അതിൻ്റെ തിക്നെസ്സാണ്. എന്തുമാത്രം തിക്നെസ് ഉള്ള മെറ്റീരിയലിനകത്ത് കൂടിയാണ് എക്സ്റേ പോകുന്നത്. ആ തിക്നെസ് കൂടുന്നതിന് ഒപ്പിച്ച് അബ്സോർപ്ഷൻ, ട്രാൻസ്മിഷൻ കുറയുന്നത് കാണാം, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കൂടുന്നത് കാണാം. ഈ മെറ്റീരിയലിൻ്റെ തിക്നെസ് കൂടുന്നതിന് ഒപ്പിച്ച് പുറത്തേക്ക് വരുന്ന എക്സ്റേ കുറയും, അല്ലെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ട്രാൻസ്മിറ്റഡ് ഇൻറ്റൻസിറ്റിയും തിക്നെസ് ഓഫ് ദി മെറ്റീരിയൽ ഇവ തമ്മിലാണ് ആ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. സോ വാട്ട് ഈസ് ഇറ്റ്? ഓൾ മെറ്റീരിയൽസ് ത്രൂ വിച്ച് എക്സ്റേസ് പാസ് അബ്സോർബ് ദം ടു സം എക്സ്റ്റെൻറ്റ്. All materials through X-rays pass absorb them to some extent, and that step is repeated here. The sentence is repeated. All materials through which X-rays pass absorb the X-rays to some extent. If a sheet of any substance is interposed in the path of a homogeneous beam of X-rays, its intensity decreases. അപ്പോൾ എക്സ്റേ പോകുന്ന വഴിക്ക് നമ്മളൊരു ഹോമോജീനിയസ് മീഡിയം, അയൺ പോലെയുള്ള മീഡിയം, ലെഡ് പോലെയുള്ള മീഡിയം, ലെഡ് ഷീറ്റ് വെച്ചിരുന്നാൽ ആ പുറത്തേക്ക് വരുന്നതിന് കുറവുണ്ടാകും. അപ്പോൾ ലെഡാണെങ്കിൽ കൂടുതൽ അബ്സോർബ് ചെയ്യുന്നു മാത്രം, അയണാണെങ്കിൽ പാർഷ്യലി അബ്സോർബ് ചെയ്യും. ലെറ്റ് I0 be the incident intensity and I the intensity when X-ray travels at distance dx through the medium. അപ്പോൾ ആ മീഡിയത്തിൻ്റെ തിക്നെസ് DX ആണ് എന്ന് കരുതുക. അതിനകത്തൂടെ എക്സ്റേ കടന്നു വരുമ്പോൾ ആ ഇൻറ്റൻസിറ്റി I ആയിട്ട് മാറും. I0 ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ അത് പുറത്തേക്ക് എത്തുമ്പോൾ I ആയിട്ട് മാറും. I കുറവായിരിക്കും, കാരണം ആ മെറ്റീരിയൽ എക്സ്റേയെ കുറച്ച് അബ്സോർബ് ചെയ്യും. Then decreasing intensity is found that DI, the decrease of intensity DI proportional to IDX. I എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് ഇൻറ്റൻസിറ്റിയാണ്. ആൻഡ് യു നോ ദിസ് പ്രൊപ്പോർഷണാലിറ്റി വി ക്യാൻ റീപ്ലേസ്ഡ് ബൈ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ദാറ്റ് ഇസ് DI ഈസ് ഈക്വൽ ടു മൈനസ് mu I into DX, where mu is a constant. Mu is called, അല്ല മ്യൂവിനെ ഒരു പേര് വിളിക്കും, mu is called the linear absorption coefficient. Mu is called linear absorption coefficient, and mu depends on the wavelength of X-rays and the nature of the absorber. ഇപ്പം മ്യൂവിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് എക്സ്റേയുടെ. അത് മീഡിയത്തിൻ്റെ നേച്ചറെ ആശ്രയിക്കും, അതുപോലെ എക്സ്റേയുടെ വേവ് ലെങ്തിനെ ആശ്രയിക്കും. ആ മൈനസിൽ കാണിക്കുന്നത്
ഈ പുറത്തേക്ക് വരുന്ന ഇൻറ്റൻസിറ്റി കുറയും എന്നുള്ളതാണ് മൈനസിൻ കാണിക്കുന്നത്. ഡി ഐ ഈക്വൽ മൈനസ് മ്യൂ, മ്യൂ കോൺസ്റ്റൻ്റ് ആണ്. ആ മൈനസിൻ കാണിക്കുന്നത് എക്സ്റേയുടെ ഇൻറ്റൻസിറ്റി പുറത്തേക്ക് എത്തുമ്പോൾ കുറവാണ് എന്നാണ് കാണിക്കുന്നത്. ദാറ്റ് ഇസ് ഡി ഐ ബൈ ഐ, ദാറ്റ് ഇസ് ഡി ഐ ബൈ ഐ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഡി എക്സ്. നമ്മൾ ഐ താഴെ കൊണ്ടുവന്നില്ല, എൽ എച്ച് എസ് എൽ integrating integral di by I, that is log I to the by c is equal to mu x minus mu x plus c. Equation number 1, where c is the constant of integration. And again we simplify this equation. If x is equal to 0, thickness illa engil, if x is 0, then I is I0, intensity ku maatilla. Material illa engil allekki materialistine thickness 0 ആണെങ്കിൽ ഇൻറ്റൻസിറ്റി ഒറിജിനൽ ഇൻറ്റൻസിറ്റി തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇഫ് എക്സ് ഇസ് 0, ദെൻ ഐ ഇസ് I0. Therefore, from the above equation, log I0 is C. നമ്മൾ ആ മുകളിലത്തെ ഇക്വേഷനകത്ത് എക്സ് 0 ഇട്ട് നോക്കി, എക്സ് 0 ഇടുമ്പോൾ ആർ എച്ച് എസിൽ ഫസ്റ്റ് ടൈം 0 ആകും. അപ്പോൾ log I0 നമുക്ക് C എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് വീണ്ടും ആ ഇക്വേഷൻ ഒന്നിനകത്തേക്ക് കൊടുക്കുക. Put this value in equation number 1. That is log I is equal to minus mu x plus log I0. Take a log I0 to the LHS. Log I minus log I0 equal to minus mu x. And you know log m minus log n, log m by n. In that manner we write log I by I0 to the by c is equal to minus mu x. That is, you change into exponential form. The log form is changed into exponential form, that is I by I0 is equal to e raised to minus mu x, cross multiply, that is I is I0 e raised to minus mu x, equation number 1. I is I0 e raised to minus mu x, and this equation is similar to the exponential relation in radioactivity, n is n0 e raised to minus lambda t. In that manner, here I is I0 e raised to minus mu x. I0 is the incident intensity and I is the intensity of the X-ray coming out of the material of thickness x, and mu is the linear absorption coefficient. You see, the absorption of X-rays by a material of thickness x is illustrated by this exponential relation. The relation is I is I0 e raised to minus mu x, where I0 is the incident intensity and I is the intensity of the beam coming out of the material, transmitted intensity, and mu is the linear absorption coefficient. Now comes another term, the mass absorption coefficient. അപ്പോൾ നമ്മൾ ഈ മുമ്പ് പറഞ്ഞത് മ്യൂ ആണ്. ആ മ്യൂവിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. അപ്പോൾ പുതിയ ഒരു കോൺസ്റ്റന്റ് കൂടി ഇവിടെ പറയുന്നുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് മ്യൂ എം. എം സഫിക്സ് ആണ്, മ്യൂ എം, സ്മോൾ എം സഫിക്സ്. അതിന് നമ്മൾ മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ എന്ന് പറയും. മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ സ്പെല്ലിംഗ് നമ്മൾ എഴുതാം, അല്ലെങ്കിൽ ചുരുക്കി എഴുതാം, COEFT. മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് മ്യൂ എം. മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് മ്യൂ എം ഈസ് ഈക്വൽ ടു മ്യൂ ബൈ റോ. അതായത് ലീനിയർ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റിനെ നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. Or cross multiplying, we get mu m into rho. This value we can put in equation number 1. That is I is I0 e raised to minus mu m rho x. That is I is equal to I0 e raised to minus mu into m, where m is equal to rho x is the mass of unit area of the absorbing sheet, where m is rho x is the mass of unit area of the absorbing sheet. ഇനി നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡെറിവേഷനിൽ കാണാത്ത ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് പഠിച്ചോളാം. ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ദാറ്റ് മ്യൂ ദ മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ദാറ്റ് മ്യൂ ഈസ് ഈക്വൽ ടു k lambda raised to 3 z raised to 3. ആ z അവിടെ മാഞ്ഞ് പോയിരിക്കുകയാണ്, നിങ്ങളൊന്ന് തെളിച്ച് കാണിക്കണം. It is found that mu m, the mass absorption coefficient is equal to k lambda raised to 3 z raised to 3. Put z clearly, z raised to 3, equation number 3.
I will read the equation 3 once again. Mu is equal to k lambda raised to 3 z raised to 3, where lambda is the wavelength of X-ray and z atomic number. Z you write it clearly. Equation number 3 explains why materials with a high atomic number are preferred for shielding. അപ്പോൾ ഈ നല്ല അറ്റോമിക് നമ്പറുള്ള വസ്തുക്കളാണ് എക്സ്റേ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റേ ഷീൽഡിങ്ങിന്, ഒരു വസ്തുവിനെ എക്സ്റേയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഷീൽഡിങ് മെറ്റീരിയൽ ഉപയോഗിക്കും, ലെഡ് പോലെ ഉപയോഗിക്കും. അത് PB209, 82 PB209 പോലെയുള്ള വസ്തുക്കളാണ്. അപ്പോൾ കൂടിയ അറ്റോമിക് നമ്പറുള്ള ലെഡ് പോലെയുള്ള മെറ്റീരിയൽസാണ് എക്സ്റേ അബ്സോർപ്ഷന് വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഷീൽഡിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എന്തുകൊണ്ട് ലെഡിനെ ഒരു എക്സ്റേ ഷീൽഡിങ് മെറ്റീരിയലായി നമ്മൾ ഉപയോഗിക്കുന്നു? അതിൻ്റെ കാരണം അതിൻ്റെ മ്യൂം വളരെ കൂടുതലാണ്, അതിൻ്റെ അറ്റോമിക് നമ്പർ വളരെ കൂടുതലാണ് ലെഡിൻ്റെ. യു റിമെമ്പർ ദ റിലേഷൻ, ദ മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് മ്യൂം ഈസ് ഈക്വൽ ടു k lambda raised to 3 z raised to 3. അപ്പോൾ ഇതിനകത്ത് പ്രിഫേർഡ് ഫോർ ഷീൽഡിങ് അഗൻസ്റ്റ് എക്സ്റേസ്. ഇപ്പോൾ എക്സ്റേക്കെതിരെ ഷീൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, എക്സ്റേ തടുത്ത് നിർത്താൻ വേണ്ടിയാണ്. എക്സ്റേസ് ഹാർംഫുൾ റേഡിയേഷൻ, നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക്, ഹ്യൂമൻ ബോഡിയിൽ എക്സ്റേ അത് ഹാർംഫുള്ളാണ്. അപ്പോൾ എക്സ്റേ ഉള്ള സ്ഥലത്ത് ഇത് ഷീൽഡ് ചെയ്യുക എന്നൊരു ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം. റൈറ്റ് എ നോട്ട് ഓൺ അബ്സോർപ്ഷൻ എക്സ്റേ ബൈ മെറ്റീരിയൽസ്. മാർക്ക് നോക്കി എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്റേ അബ്സോർപ്ഷൻ, ഗീവ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഇത്രയുള്ള അറ്റോമിക് നമ്പർ കൂടുതലുള്ള മെറ്റീരിയൽ എക്സ്റേയെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ്. ഷീൽഡിങ് മെറ്റീരിയലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റോമിക് നമ്പർ Z കൂടുതലുള്ള വസ്തുക്കളാണ്. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, എക്സ്റേ അബ്സോർപ്ഷൻ സ്പെക്ട്രം, ആൻഡ് യു ഡോണ്ട് കൺഫ്യൂസ് വിത്ത് എക്സ്റേ സ്പെക്ട്രം. In X-ray spectrum, we have studied X-ray continuous spectra and X-ray characteristic spectra, and this is something different. This is X-ray absorption spectrum. X-ray absorption spectrum, വസ്തുക്കൾ എക്സ്റേയെ എത്രമാത്രം അബ്സോർബ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അന്നേരം അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റേ അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇവിടെ എക്സ്റേ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണിച്ചിരിക്കുകയാണ്. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ. അബ്സോർബ് ചെയ്യുന്ന എക്സ്റേയുടെ പാർട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്പെക്ട്രാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. നോട്ടെ അല്ല, ട്രാൻസ്മിഷൻ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അബ്സോർബ് ചെയ്യുന്ന ആ ലൈൻസ് ഇല്ലാത്ത ഭാഗം, അതാണ് അബ്സോർപ്ഷൻ കാണിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ പലേഡിയം, സിൽവർ, കാഡ്മിയം പോലുള്ള വസ്തുക്കൾ തന്നിരിക്കുകയാണ്. അപ്പോൾ അവ എന്തുമാത്രം എക്സ്റേ ട്രാൻസ്മിറ്റ് ചെയ്യും? ആ ഇസഡ് കൂടുന്നത് വെച്ച് നമ്മൾ ട്രാൻസ്മിഷനും അബ്സോർപ്ഷനും കാണിക്കുകയാണ്. ഇസഡ് കൂടുന്നത് വെച്ച് ട്രാൻസ്മിഷനും അബ്സോർപ്ഷനും കാണിക്കുകയാണ്. ഇസഡ് കൂടിയാൽ അബ്സോർപ്ഷൻ കൂടുന്നത് കാണാം. അതായത് ലൈനുള്ള ആ ബാറിന് ഇപ്പുറത്തുള്ള അബ്സോർപ്ഷൻ. അപ്പോൾ ഇസഡ് കൂടിയാൽ ആ അബ്സോർപ്ഷൻ്റെ ആ ലെവല്, ഫ്രീക്വൻസി അങ്ങോട്ട് മാറും. ഈ ഫ്രീക്വൻസി കൂടിയ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഇസഡ് കൂടുതലുള്ള വസ്തുക്കളുടെ ഒരു അബ്സോർപ്ഷൻ ഫ്രീക്വൻസി ഉണ്ട്, അബ്സോർപ്ഷൻ എഡ്ജ് ഉണ്ട്, ആ റൈറ്റിലേക്ക് മാറും എന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ പടം കാണിക്കുന്നത് I0 ഇൻറ്റൻസിറ്റി ഉള്ള എക്സ്റേ വരുന്നു, I0 ഇൻറ്റൻസിറ്റിയുള്ള എക്സ്റേ വരുന്നു, I ഇൻറ്റൻസിറ്റിയുള്ള എക്സ്റേ പുറത്തേക്ക് കിട്ടും നമുക്ക്. DX മെറ്റീരിയൽ I I0 ആണ് ലെഫ്റ്റ് ഇൻറ്റൻസിറ്റി, റൈറ്റിൽ IR ഇൻറ്റൻസിറ്റി. ആറ് പേര് കാണിച്ചിരിക്കുന്നത്. I0 ലെഫ്റ്റ് സൈഡ് ഇൻറ്റൻസിറ്റി, I റൈറ്റ് സൈഡ് ഇൻറ്റൻസിറ്റി. എക്സ്റേ ഡയറക്ഷൻ ഓഫ് പാത്ത് ഈസ് ഷോൺ, DX ഈസ് ദ മെറ്റീരിയൽ തിക്നെസ്. അപ്പോൾ ഈ ഇസഡും അതുപോലെ ഫ്രീക്വൻസിയും, എക്സ്റേ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യുന്ന, അതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എക്സ്റേയുടെ ഫ്രീക്വൻസിയും വെച്ച് ഗ്രാഫ് വെച്ചിരിക്കുകയാണ്. ട്രാൻസ്മിഷൻ്റെ അവസാനം കാണുന്ന ഫ്രീക്വൻസിയെ നമ്മൾ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി പറയും. ഉയർന്ന അറ്റോമിക് നമ്പറുള്ള വസ്തുക്കളിലേക്ക് പോകുമ്പോൾ, അതായത്
പലേഡിയം, സിൽവർ, കാഡ്മിയം പറഞ്ഞിരിക്കുകയാണ്. കാഡ്മിയത്തിലാണ് ഈ ഗ്രൂപ്പിൽ അറ്റോമിക് നമ്പർ കൂടുന്നത്. അറ്റോമിക് നമ്പർ കൂടിയാൽ അതിൻ്റെ അബ്സോർപ്ഷൻ എഡ്ജ് ന്യൂക്ക് ഹയർ ഫ്രീക്വൻസി സൈഡ് റൈറ്റ് സൈഡ് അതിലേക്ക് മാറും. WC എന്നാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് a beam of continuous X-rays is passed through a film of substance like aluminum foil. അലൂമിനിയം, കാഡ്മിയം പോലുള്ള വസ്തുക്കൾ അതിനകത്തുകൂടി കടത്തിവിടുക. The transmitted beam is examined by a X-ray spectrograph. Then the X-ray absorption spectrum of that substance is obtained. The nature of X-ray absorption spectrum is quite different from the X-ray emission spectrum of the same substance. അപ്പോൾ എക്സ്റേ അബ്സോർപ്ഷൻ സ്പെക്ട്രവും എക്സ്റേ എമിഷൻ സ്പെക്ട്രവുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എക്സ്റേ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആർ ദി ഫോളോയിങ്. ഇനി പറയുന്നതാണ് എക്സ്റേ സ്പെക്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ദി എമിഷൻ ഓഫ് ലൈൻസ് കെ ആൽഫ, കെ ബീറ്റ, കെ ഗാമ എക്സെട്ര ലൈൻസ്, the emission lines K alpha, K beta, K gamma, etc. lines do not appear in the absorption spectrum. Absorption spectrum K alpha, K beta പോലുള്ള ലൈനുകൾ വരത്തില്ല. Number 2, the absorption spectrum shows a continuous region bounded by the sharp edge in the position of the limit of the K series. This sharp edge ഈസ് നോൺ ആസ് അബ്സോർപ്ഷൻ എഡ്ജ്. അപ്പോൾ ആ ട്രാൻസ്മിഷൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ന്യൂക്ലിയർ ഫ്രീക്വൻസി ഉണ്ട്, അതിനെ നമ്മൾ കെ അബ്സോർപ്ഷൻ എഡ്ജ് എന്ന് പറയും. പിന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. ദി അബ്സോർപ്ഷൻ എഡ്ജസ് ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി അബ്സോർബിങ് എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ഈ അബ്സോർബ് ചെയ്യാനുള്ള മെറ്റീരിയൽ, അതിൻ്റെ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ അബ്സോർപ്ഷൻ സ്പെക്ട്രം. കാരണം ന്യൂക്കെ മാറുന്നത് കണ്ടില്ലേ, നമ്മൾ ഓരോ എലമെൻറ്റ് മാറുമ്പോൾ ന്യൂക്കെ ആ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി മാറുന്നത് കാണാം, ലിമിറ്റിംഗ് ഫ്രീക്വൻസി. വെൻ സക്സസീവ് എലമെൻറ്റ്സ് ഇൻ ദി പീരിയോഡിക് ടേബിൾ ആർ യൂസ്ഡ് ആസ് അബ്സോർബേഴ്സ്, the edge shifts towards higher frequency region. അപ്പോൾ നമ്മൾ ആ താഴെ നിന്ന് മുകളിലോട്ട് പലേഡിയം തൊട്ട് മുകളിലോട്ട് പോകുമ്പോഴേ അറ്റോമിക് നമ്പർ കൂടുകയാണ്, അപ്പോൾ ന്യൂക്ലിയർ റൈറ്റിലേക്ക് മാറും. ദെൻ ദീസ് എഡ്ജസ് ആർ ക്യാരക്ടറിസ്റ്റിക്സ്, CHS. These edges are characteristics of absorption element and are called absorption edges. അപ്പോൾ ഈ ന്യൂക്ലിയർ എന്ന് പറയുന്ന ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ഓരോ അബ്സോർബിങ് എലമെൻറ്റിൻ്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്, അതിനെ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ എഡ്ജ്. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ചോദിക്കും, ഡിസ്കസ് ദി എക്സ്റേ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആൻഡ് അബ്സോർപ്ഷൻ എഡ്ജ്. ഇപ്പോൾ എക്സ്റേ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തെ കുറിച്ച് പറയുക, അബ്സോർപ്ഷൻ എഡ്ജും പറയുക. അപ്പോൾ അതിന് നമ്മൾ ആ മുകളിലത്തെ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അത്യാവശ്യം കാണിച്ചിരിക്കണം. ഇതോടുകൂടി നമ്മുടെ യൂണിറ്റ്, ഈ എക്സ്റേ എന്നുള്ള യൂണിറ്റ് തിരികെയാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മോളിക്യുലർ സ്പെക്ട്രയാണ്. അറ്റോമിക് ഫിസിക്സ് ഇവിടം കൊണ്ട് നമ്മുടെ സിലബസിലുള്ള ടോപ്പിക് തിരികെയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മോളിക്യുലർ സ്പെക്ട്ര പഠിക്കും. അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റെസൊണൻസ് സ്പെക്ട്ര പഠിക്കും. We continue our next class with the molecular spectra. That is all. Thank you very much.